പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ യൂണിറ്റായ ഫീഡിംഗ് പൗൾട്രി ബേർഡ്സിൻ്റെ ഒരു സെഷൻ ആയ ഡിസ്ക്രൈബ് ദ വേരിയസ് ടൈപ്സ് ഓഫ് റേഷൻ ആൻഡ് ദെയർ ഫോർമുലേഷൻ ഫോർ ഫീഡിംഗ് പൗൾട്രി ബേർഡ്സ് എന്ന ടോപ്പിക്കിൻ്റെ തുടർച്ചയാണ്. ടൈപ്സ് ഓഫ് പൗൾട്രി റേഷൻ എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ന്യൂട്രിയൻ്റ് റിക്വയർമെൻറ്റ്. ഒരു കോഴിക്ക് കൊടുക്കുന്ന തീറ്റയിൽ എന്തൊക്കെ പോഷകങ്ങൾ ആവശ്യമാണ് എന്നത് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. അതിൽ ചിലത് താഴെ പറയുന്നു. ബ്രീഡ് ആൻഡ് സ്ട്രെയിൻ. ഏത് ബ്രീഡിലും സ്ട്രെയിനിലും ഉള്ള കോഴിയാണ് നമ്മൾ വളർത്തുന്നത്. ബേർഡ് ടൈപ്പ്, ബ്രോയിലർ, ലെയർ, ബ്രീഡർ ആണോ, അതിനനുസരിച്ച് വ്യത്യാസം വരാം. സെക്സ് ആൻഡ് ഏജ്. മെയിലാണോ ഫീമെയിലാണോ, ഏത് പ്രായത്തിലുള്ള കോഴികളാണ് എന്നതിനെ ആശ്രയിച്ചും ഇരിക്കും. പ്രൊഡക്റ്റീവ് സ്റ്റേറ്റ് ഓഫ് ദ ബേർഡ്. കോഴികളുടെ പ്രൊഡക്ഷൻ സ്റ്റേജ് അനുസരിച്ച് വ്യത്യാസമുണ്ടാവും. കൊടുക്കുന്ന തീറ്റയിലുള്ള എനർജി കോൺസെൻട്രേഷൻ, ഊർജ സ്രോതസ്സിൻ്റെ അളവ്. ഡൈജസ്റ്റബിലിറ്റി ഓഫ് ന്യൂട്രിയൻസ്, പോഷകങ്ങളുടെ ഡൈജസ്റ്റബിലിറ്റി. മാനേജ്മെൻറ്റ്, ഒരു പൗൾട്രി ഫാമിൻ്റെ പരിപാലനം എങ്ങനെയാണ് എന്നതിനെ ആശ്രയിച്ച് ഇരിക്കും. എൻവയോൺമെൻറ്റൽ ടെമ്പറേച്ചർ, താപനില, പരിസ്ഥിതിയുടെ താപനില അനുസരിച്ച് വ്യത്യാസം വരാം. ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ആൻഡ് ടോക്സിൻസ് ഇൻ ഫീഡ്. കൊടുക്കുന്ന തീറ്റയിൽ അടങ്ങിയിരിക്കുന്ന പോഷകവിരുദ്ധ ഘടകങ്ങളും വിഷാംശങ്ങളും. ഫീഡിൻ്റെ ഡെൻസിറ്റി, ഫീഡ് പ്രോസസ്സിംഗ് മെത്തേഡ്, ഫീഡ് ഫോം, മാഷ് ഫോം ആണോ, പെല്ലറ്റ് ഫോം ആണോ, ക്രംബിൾ ആണോ എന്നുള്ളത്. ഡെഫിഷ്യൻസീസ് ഓർ എക്സസ് ഓഫ് ന്യൂട്രിയൻസ്, ന്യൂട്രിയൻ്റ് ഇൻ്റർ റിലേഷൻഷിപ്സ് ആൻഡ് ഇൻട്രാക്ഷൻ. കൊടുക്കുന്ന തീറ്റയിൽ അടങ്ങിയിട്ടുള്ള പോഷകങ്ങളുടെ പരസ്പര പൂരകത്വവും അവയുടെ ഇൻട്രാക്ഷനും. വാട്ടർ ക്വാളിറ്റി. ഇവയെല്ലാം ന്യൂട്രിയൻ്റ് റിക്വയർമെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ടൈപ്സ് ഓഫ് പൗൾട്രി റേഷൻ. വിവിധ തരത്തിലുള്ള കോഴിത്തീറ്റകൾ ഏതൊക്കെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു കോഴിക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമായ എല്ലാ പോഷകങ്ങളും അടങ്ങിയ തീറ്റ നൽകുന്നതിനെയാണ് റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രോയിലേഴ്സിന് കൊടുക്കുന്ന തീറ്റയെ അവയിൽ അടങ്ങിയിട്ടുള്ള ക്രൂഡ് പ്രോട്ടീനെ ബേസ് ചെയ്ത് മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. ബ്രോയിലർ പ്രീ സ്റ്റാർട്ടർ ഫീഡ്. ഇറച്ചിക്കോഴി കുഞ്ഞുങ്ങൾക്ക് 1 മുതൽ 7 ദിവസം വരെ 23% ക്രൂഡ് പ്രോട്ടീൻ അടങ്ങിയ തീറ്റ നൽകുന്നതിനെയാണ് പ്രീ സ്റ്റാർട്ടർ ഫീഡ് എന്ന് പറയുന്നത്. ബ്രോയിലർ സ്റ്റാർട്ടർ ഫീഡ്. ബ്രോയിലർ കോഴി കുഞ്ഞുങ്ങൾക്ക് 8ാമത്തെ ദിവസം മുതൽ 21ാമത്തെ ദിവസം വരെ 22% ക്രൂഡ് പ്രോട്ടീൻ അടങ്ങിയ തീറ്റ നൽകുന്നതിന് സ്റ്റാർട്ടർ ഫീഡ് എന്ന് പറയുന്നു. ബ്രോയിലർ ഫിനിഷർ ഫീഡ്. 22ാമത്തെ ദിവസം മുതൽ മാർക്കറ്റ് ചെയ്യുന്നത് വരെ 20% ക്രൂഡ് പ്രോട്ടീൻ അടങ്ങിയ തീറ്റ നൽകുന്നതിന് ബ്രോയിലർ ഫിനിഷർ ഫീഡ് എന്ന് പറയുന്നു. ലെയർ തീറ്റ, അതായത് മുട്ടക്കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റ. ഇവയെ 4ആയി തരംതിരിച്ചിരിക്കുന്നു. ചിക്ക് ഫീഡ്, ഗ്രോവർ ഫീഡ്, ലെയർ ഫേസ് 1 ഫീഡ്, ലെയർ ഫേസ് 2 ഫീഡ്. വിരിഞ്ഞ അന്ന് മുതൽ 8 ആഴ്ച വരെ 20% ക്രൂഡ് പ്രോട്ടീൻ അടങ്ങിയ തീറ്റ നൽകുന്നതിന് ചിക്ക് ഫീഡ് എന്നും 9 മുതൽ 20 ആഴ്ച വരെ 16% ക്രൂഡ് പ്രോട്ടീൻ അടങ്ങിയ തീറ്റ ഗ്രോവർ ഫീഡ് എന്നും, മുട്ട ഇട്ട് തുടങ്ങുന്ന സ്റ്റേജ് 21ാമത്തെ ആഴ്ച മുതൽ 45 ആഴ്ച വരെ 18% ക്രൂഡ് പ്രോട്ടീൻ അടങ്ങിയവയെ ലെയർ ഫേസ് 1 ഫീഡ് എന്നും, 46 മുതൽ 72 ആഴ്ച വരെ 16% ക്രൂഡ് പ്രോട്ടീൻ അടങ്ങിയ തീറ്റ നൽകുന്നതിന് ലെയർ ഫേസ് 2 ഫീഡ് എന്നും പറയുന്നു. കോഴികൾ മിക്കവാറും 20 ആഴ്ച ആകുമ്പോൾ തന്നെ മുട്ടയിട്ട് തുടങ്ങുന്നതാണ്. 52 ആഴ്ചയാണ് അവയുടെ പ്രൊഡക്ഷൻ കാലയളവെന്ന് പറയുന്നത്. ആദ്യത്തെ സമയങ്ങളിൽ അവയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ കൂടുതലായിരിക്കും, കാരണം മുട്ടയുടെ സൈസ് വർദ്ധിക്കുകയും കൂടുതൽ ന്യൂട്രിയൻസ് അവയ്ക്ക് ആവശ്യമായി വരികയും ചെയ്യുന്നു. സെക്കൻഡ് ഫേസിൽ മുട്ട ഉൽപ്പാദനം കുറയുകയും അവയുടെ സൈസ് ഒരു നിശ്ചിത അളവിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ പോഷകങ്ങൾ കുറച്ച് മതിയാവും. അതുകൊണ്ടാണ് ഇതിനെ 2 ഫേസ് ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്.
ബ്രീഡർ സ്റ്റോക്ക്. എന്താണ് ബ്രീഡർ സ്റ്റോക്ക്? അടുത്ത തലമുറയെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാരന്റ് സ്റ്റോക്കിനെയാണ് ബ്രീഡർ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇത് ബ്രോയിലേഴ്സിലും ലേയേഴ്സിലും ഉണ്ട്. ബ്രോയിലർ ബ്രീഡർ, അതായത് ഇറച്ചി കോഴികളുടെ പാരന്റ് സ്റ്റോക്കായിട്ട് ഉപയോഗിക്കുന്നവയ്ക്ക് കൊടുക്കുന്ന തീറ്റയെ 4ആയി തരംതിരിച്ചിരിക്കുന്നു. ബ്രീഡർ ചിക്ക് ഫീഡ് ഫോർ ബ്രോയിലർ. വിരിഞ്ഞ അന്ന് മുതൽ ആദ്യം 4 ആഴ്ചകൾ കൊടുക്കുന്ന 20% ക്രൂഡ് പ്രോട്ടീൻ അടങ്ങിയ തീറ്റയാണ് ബ്രീഡർ ചിക്ക് ഫീഡ് എന്ന് പറയുന്നത്. 5-ാമത്തെ ആഴ്ച മുതൽ 22-ാമത്തെ ആഴ്ച വരെ ഗ്രോവേഴ്സിന് കൊടുക്കുന്ന 16% ക്രൂഡ് പ്രോട്ടീൻ അടങ്ങിയ തീറ്റയെ ബ്രീഡർ ഗ്രോവർ ഫീഡ് ഫോർ ബ്രോയിലർ എന്ന് പറയുന്നു. 23-ാമത്തെ ആഴ്ച മുതൽ മുട്ടക്കോഴികൾക്ക്, അതായത് ഫീമെയിൽ ബേർഡ്സിന് 16% ക്രൂഡ് പ്രോട്ടീൻ അടങ്ങിയ തീറ്റ നൽകുന്നതിനെ ബ്രീഡർ ലെയർ ഫീഡ് ഫോർ ബ്രോയിലർ എന്ന് പറയുന്നു. 23-ാമത്തെ ആഴ്ച മുതൽ മെയിൽ ബേർഡ്സിന് 15% ക്രൂഡ് പ്രോട്ടീൻ അടങ്ങിയ തീറ്റ നൽകുന്നതിനെ ബ്രീഡർ ബ്രോയിലർ ഫീഡ് ഫോർ മെയിൽ എന്ന് പറയുന്നു. ലെയർ തീറ്റയിൽ നമ്മൾ കാൽഷ്യം സപ്ലിമെൻറ്റേഷനൊക്കെ നൽകേണ്ടതാണ്. അതായത് മുട്ടക്കോഴികൾക്ക് കാൽഷ്യം സപ്ലിമെൻറ്റേഷൻ അവയുടെ ഷെൽ ഫോർമേഷന് വേണ്ടി നമ്മൾ നൽകേണ്ടതാണ്. ലെയർ ബ്രീഡർ റേഷൻ. മുട്ടക്കോഴികളുടെ ബ്രീഡർ സ്റ്റോക്കിന് കൊടുക്കുന്ന തീറ്റയെ 4ആയി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ആദ്യത്തെ 4 ആഴ്ചകളിൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന 20% ക്രൂഡ് പ്രോട്ടീൻ അടങ്ങിയ തീറ്റയെ ചിക്ക് ഫീഡ് ഫോർ ലെയർ ബ്രീഡർ എന്ന് പറയുന്നു. 5-ാമത്തെ ആഴ്ച മുതൽ 22-ാമത്തെ ആഴ്ച വരെ കൊടുക്കുന്ന ഗ്രോവർ തീറ്റ, അതിൽ 16% ക്രൂഡ് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടാവണം. അതിനെ ഗ്രോവർ ഫീഡ് ഫോർ ലെയർ ബ്രീഡ്സ് എന്ന് പറയുന്നു. 23-ാമത്തെ ആഴ്ച മുതൽ ലെയർ ബേർഡ്സിന്, അതായത് ഫീമെയിൽ ബേർഡ്സിന് 17% ക്രൂഡ് പ്രോട്ടീൻ അടങ്ങിയ തീറ്റ നൽകുന്നതിന് ബ്രീഡർ ലെയർ ഫീഡ് എന്ന് പറയുന്നു. 23-ാമത്തെ ആഴ്ച മുതൽ മെയിൽ ബേർഡ്സിന് 16% ക്രൂഡ് പ്രോട്ടീൻ അടങ്ങിയ തീറ്റ നൽകുന്നതിനെ ബ്രീഡർ ലെയർ ഫീഡ് ഫോർ മെയിൽ എന്ന് പറയുന്നു. ഈ ടോപ്പിക്കിലെ 2-ാമത്തെ സെഷനായ കമ്പ്യൂട്ടേഷൻ ഓഫ് റേഷൻ ഫോർ ഡിഫറെൻറ്റ് ഏജ് ആൻഡ് ഗ്രോത്ത് സ്റ്റേജ് ഓഫ് പൗൾട്രി ബേർഡ്സ് എന്ന ടോപ്പിക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായി പഠിച്ചതാണ്. ഇന്ന് അതിൻ്റെ തുടർച്ചയായ 3-ാമത്തെ സെഷൻ്റെ മെത്തേഡ്സ് ഫോർ ഫീഡ് പ്രോസസ്സിംഗ് ആൻഡ് കോമ്പൗണ്ടിങ് എന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഫീഡ് പ്രോസസ്സിംഗ് ഓർ ഫീഡ് പ്രൊഡക്ഷൻ എന്നാൽ എന്താണ്? The various steps involved in the production of chicken feed is called feed processing or feed production. കോഴിത്തീറ്റ നിർമ്മാണത്തിൽ ഉൾപ്പെടുന്ന വിവിധ ഘട്ടങ്ങളെ പറയുന്നതാണ് ഫീഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ഫീഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് തീറ്റ നിർമ്മാണ പ്രക്രിയ അല്ലെങ്കിൽ തീറ്റ ഉൽപ്പാദനം. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫീഡ് പ്രോസസ്സിംഗ്. ഫീഡ് പ്രോസസ്സിങ്ങിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ടു മേക്ക് ദ ഫീഡ് മോർ പാലറ്റബിൾ, തീറ്റ കൂടുതൽ രുചികരമാക്കുക. ടു ഡീടോക്സിഫൈ ഓർ റിമൂവ് അൺഡിസൈറബിൾ ഇൻഗ്രീഡിയൻസ്, തീറ്റ ഘടകങ്ങളിൽ അടങ്ങിയിട്ടുള്ള വിഷാംശങ്ങളെ നീക്കം ചെയ്യുക. ടു മേക്ക് ദ സ്റ്റോറേജ് ഈസി ആൻഡ് സേഫ്, സംഭരണം കൂടുതൽ എളുപ്പവും സുരക്ഷിതവുമാക്കുക. ടു ഇൻക്രീസ് ദ ന്യൂട്രിയൻ കണ്ടന്റ് ആൻഡ് ന്യൂട്രിയൻ അവൈലബിലിറ്റി, തീറ്റ ഘടകങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷകങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുകയും അവ കോഴികൾക്ക് കൂടുതൽ ലഭ്യമാകുന്ന തരത്തിലാക്കുകയും ചെയ്യുക. ടു ചേഞ്ച് ദ പാർട്ടിക്കിൾ സൈസ് ഓർ ഡെൻസിറ്റി ഓഫ് ഫീഡ്. നമുക്കറിയാം ചോളം, വീറ്റ് ബ്രാൻ എല്ലാം പല സൈസിലുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ സൈസിന് വ്യതിയാനം വരുത്തുകയും തീറ്റയുടെ ഡെൻസിറ്റിക്ക് വ്യത്യാസം വരുത്തുകയും ചെയ്യുക. ടു മേക്ക് ആനിമൽ പ്രൊഡക്ഷൻ മോർ എക്കണോമിക്കൽ, കോഴി വളർത്തൽ കൂടുതൽ സാമ്പത്തികമായ നേട്ടങ്ങൾ കിട്ടുന്ന തരത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി. 3 തരത്തിലുള്ള തീറ്റ ലഭ്യമാണ്: മാഷ് ഫീഡ്, ക്രംബിൾ ഫീഡ്, പെല്ലറ്റ് ഫീഡ്. പെല്ലറ്റ് ഫീഡ് നിർമ്മിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് മാഷ് ഫീഡ് നിർമ്മിക്കാൻ. ഇത് ചിലവ് കുറവും ആണ്. മാഷ് ഫീഡിൽ ചെറിയ തരികളായിട്ടുള്ള തീറ്റയാണ് ഉൾപ്പെടുത്തുന്നത്. ക്രംബിൾ ആണെങ്കിൽ കുറച്ചുകൂടി വലിയ പാർട്ടിക്കിൾ സൈസുള്ള തീറ്റ ആയിരിക്കും. പെല്ലറ്റ് ഫീഡ് ആണെങ്കിൽ നന്നായി
പൊടിച്ച തീറ്റയാണ് പെല്ലറ്റാക്കി മാറ്റുന്നത്. ഫീഡ് മില്ലുകളിൽ അസംസ്കൃത വസ്തുക്കൾ ആദ്യം സൈലോകളിലോ ടാങ്കുകളിലോ സംഭരിക്കുന്നു. ഈ ഇൻഗ്രീഡിയൻസിനെ ക്രഷർ ഉപയോഗിച്ച് ചെറിയ രൂപത്തിൽ ക്രഷ് ചെയ്ത് എടുക്കുന്നു. ഈ ക്രഷ് ചെയ്ത മെറ്റീരിയൽസിനെ അരിച്ച് എടുക്കുന്നു. അതിൽ ഡേർട്ട്സും മറ്റ് അഴുക്കുകളൊക്കെ പല മാർഗങ്ങൾ ഉപയോഗിച്ച് തരംതിരിക്കുന്നു. അതിനുശേഷം അവയെ അസോർട്ടിംഗ് ടാങ്കുകൾ അല്ലെങ്കിൽ സംഭരണ ടാങ്കുകളിൽ സൂക്ഷിക്കുന്നു. ഈ അസോർട്ടിങ്ങിനിടയിൽ ഇതിനെ മെഷർ ചെയ്യുകയും ചെറിയ രീതിയിലുള്ള അഡിറ്റീവ്സ് ആഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് ആവശ്യമായ തീറ്റ ഒരു മിക്സർ ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നു. മിക്സ് ചെയ്യുന്ന സമയത്ത് ഫാറ്റി ഇൻഗ്രീഡിയൻസ് ഇതിൽ ആഡ് ചെയ്യുന്നു. ഇത് പോഷകമൂല്യം കൂട്ടാൻ സഹായിക്കുന്നു. ഒരു ഫീഡ് മില്ലിൽ പ്രധാനമായി നടക്കുന്ന തീറ്റ നിർമ്മാണ പ്രക്രിയകൾ ബാച്ച് വെയിങ്, ഗ്രൈൻഡിങ്, പ്രീമിക്സിങ്, മിക്സിംഗ് എന്നിവയാണ്. ബാച്ച് വെയിങ് എന്നാൽ എന്താണ്? ഫീഡ് മില്ലിൽ നടക്കുന്ന നിർമ്മാണ പ്രക്രിയ മിക്കവാറും ഒരു ബാച്ച് അനുസരിച്ചായിരിക്കും. ചെറിയ പ്ലാന്റുകളിൽ 1 ടണ്ണോ വലിയ പ്ലാന്റുകൾ 2 ടൺ വരെ തീറ്റയായിരിക്കും ഒരു സമയം നിർമ്മിക്കുക. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കമ്പ്യൂട്ടേഷൻ ഓഫ് റേഷൻ പഠിച്ചപ്പോൾ എങ്ങനെയാണ് ഒരു തീറ്റയ്ക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നമ്മൾ കണക്കാക്കുന്നതെന്ന് പഠിച്ചു. ആ കണക്കാക്കി വെച്ചിരിക്കുന്നതിനനുസരിച്ചുള്ള അളവുകൾ നമ്മൾ വെയ് ചെയ്തെടുക്കുന്ന ഇതിനെയാണ് ബാച്ച് വെയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബാച്ചിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് വെയിറ്റ് അനുസരിച്ച് സെപ്പറേറ്റ് ചെയ്യുന്നതിന് ബാച്ച് വെയിങ് എന്ന് പറയുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പായ ഗ്രൈൻഡിങ് ഓർ ഹാമറിങ്. ഗ്രൈൻഡിങ് എന്ന് പറയുന്നത് തീറ്റകളുടെ പാർട്ടിക്കിൾ സൈസ് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ്. പാർട്ടിക്കിൾ സൈസ് ഡൈജഷനെ സഹായിക്കുന്നു. മാഷ് ഫീഡ് ആണെങ്കിൽ കുറച്ച് തരിയുള്ള തീറ്റയായിട്ടും പെല്ലറ്റ് ആണെങ്കിൽ നന്നായി പൊടിച്ചും എടുക്കുന്നു. ഈ സ്റ്റേജിൽ തീറ്റയിൽ അടങ്ങിയിട്ടുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് കുറയുകയും ആൻറ്റി ഓക്സിഡൻസ് പോലുള്ള ഫീഡ് അഡിറ്റീവ്സ് യോജിപ്പിക്കാനും കഴിയുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിൽസ് യൂസ്ഡ് ഫോർ ഗ്രൈൻഡിങ്. ഗ്രൈൻഡിങ്ങിന് ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള മിൽസ് ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത്. ഹാമർ മിൽ, അട്രിഷൻ മിൽ, റോളർ മിൽ, കട്ടർ, സ്ക്രീനിങ്. പൗൾട്രി ഫീഡ് നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഹാമർ മിൽ ആണ്. മൂന്നാമത്തെ സ്റ്റേജായ പ്രീ മിക്സിംഗ്. ഒരു തീറ്റ രൂപീകരിക്കുമ്പോൾ കോഴികൾക്ക് ആവശ്യമായ എല്ലാ പോഷകങ്ങളും അടങ്ങിയ തീറ്റയാണ് നമ്മൾ നിർമ്മിക്കേണ്ടത്. അതുകൊണ്ട് ആ തീറ്റയിൽ നമ്മൾ വിറ്റാമിൻ, ധാതു, ലവണ മിശ്രിതങ്ങളും മെഡിസിൻസും ഗ്രോത്ത് പ്രൊമോട്ടേഴ്സും ഒക്കെ ചേർക്കും. ഇവ വളരെ ചെറിയ അളവിലായിരിക്കും നമ്മൾ ചേർക്കുന്നത്. ഇതിനെ നമ്മൾ വലിയ അളവിലെ തീറ്റയുടെ കൂടെ ചേർക്കുകയാണ് എങ്കിൽ ശരിയായ രീതിയിൽ മിക്സ് ചെയ്ത് കിട്ടിയെന്ന് വരത്തില്ല. ഇത് ഒഴിവാക്കുന്നതിനായി ചെറിയ അളവിൽ അടങ്ങിയിട്ടുള്ള ധാതു, ലവണ മിശ്രിതങ്ങളും ഗ്രോത്ത് പ്രൊമോട്ടേഴ്സും ഒക്കെ ഒരു ചെറിയ പോർഷൻ തീറ്റയോട് കൂടി ആദ്യം മിക്സ് ചെയ്യുന്നു. ഇതിനെ ഒരു പ്രീ മിക്സ് എന്ന് പറയുന്നു. ഈ പ്രീ മിക്സിനെ പ്രധാനപ്പെട്ട ബാച്ച് മിക്സറിലേക്ക് ആഡ് ചെയ്യുകയും നന്നായി മിക്സ് ചെയ്തെടുക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ എല്ലാ തീറ്റ ഘടകങ്ങളിലും ഈ ധാതു, ലവണ മിശ്രിതങ്ങളും അഡിറ്റീവ്സും ഒരേപോലെ മിക്സ് ചെയ്ത് വരുന്നു. നാലാമത്തെ സ്റ്റേജായ മിക്സിങ്ങിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ശരിയായ അളവിൽ മിക്സ് ചെയ്ത് ഒരു സമീകൃത തീറ്റ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിനുപയോഗിക്കുന്ന ഉപകരണത്തിന് മിക്സർ എന്ന് പറയുന്നു. 2 തരത്തിലുള്ള മിക്സേഴ്സ് അവൈലബിൾ ആണ്. ഹൊറിസോണ്ടൽ ടൈപ്പ് മിക്സറും വെർട്ടിക്കൽ ടൈപ്പ് മിക്സറും. ഹൊറിസോണ്ടൽ ടൈപ്പ് മിക്സറാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം ഒരു യൂണിഫോം മിക്സിങ്ങും പ്രൊഡക്ഷൻ റേറ്റും കൂടുതലാണ്. ഇതിൽ ഫാറ്റ് അല്ലെങ്കിൽ ഓയിൽ പോലുള്ള
ലിക്വിഡ് മെറ്റീരിയൽസും മൊളാസസും ഒക്കെ മിക്സ് ചെയ്യാൻ എളുപ്പമാണ്. മാഷ് ഫീഡാണ് തയ്യാറാക്കുന്നതെങ്കിൽ മിക്സിങ് കഴിഞ്ഞാൽ അത് പാക്കിങ്ങിലേക്ക് പോകുന്നു. പെല്ലറ്റാണ് തയ്യാറാക്കുന്നതെങ്കിൽ അത് പെല്ലറ്റിങ്ങിലോട്ട് പോകുന്നു. ഇതിൽ 2 സ്റ്റേജസ് ഉണ്ട്. 1 കണ്ടീഷനിങ്, 2 കമ്പാക്ഷൻ. കണ്ടീഷനിങ് എന്ന സ്റ്റേജിൽ സ്റ്റീം ഡയറക്റ്റ് ഫീഡിലേക്ക് കടത്തിവിടുന്നു. കണ്ടീഷനിങ്ങിലൂടെ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ 85-90 ഡിഗ്രി സെൽഷ്യസ് ആണ് സ്റ്റീമിന് ഉണ്ടാവുക. ഇതുമൂലം തീറ്റയ്ക്ക് പാർഷ്യൽ സ്റ്റെറിലൈസേഷൻ നടക്കുന്നു. അതായത് ചില ബാക്ടീരിയകളോ ഫംഗസുകളോ ഒക്കെ നശിക്കാൻ കാരണമാകുന്നു. പ്രീ ഡൈജഷൻ ഓഫ് ഫീഡ്, സ്റ്റീം കുക്കിംഗ് വഴി മെയ്സ് പോലുള്ള ഘടകങ്ങളുടെ സ്റ്റാർച്ച് ജലാറ്റിനൈസേഷൻ സംഭവിക്കുന്നു. ജലാറ്റിനൈസ്ഡ് സ്റ്റാർച്ചിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് പശ പോലെ മറ്റ് ഇൻഗ്രീഡിയൻസിനെല്ലാം ഒന്ന് ബൈൻഡ് ചെയ്ത് പിടിക്കുകയും പെല്ലറ്റ് തയ്യാറാക്കുന്നതിന് സഹായമാവുകയും ചെയ്യുന്നു. പെല്ലറ്റിങ്ങിൻ്റെ 2ാമത്തെ സ്റ്റേജായ കമ്പാക്ഷൻ ടു ഫോം എ പെല്ലറ്റ്. ഇതിൽ കണ്ടീഷൻ ചെയ്ത മാഷ് ഫീഡിനെ നമുക്ക് ഏത് തരത്തിലുള്ള അല്ലെങ്കിൽ എത്ര മില്ലിമീറ്റർ ഡയമീറ്ററുള്ള പെല്ലറ്റാണോ അല്ലെങ്കിൽ ഏത് സൈസിലും ഷേപ്പിലുമുള്ള പെല്ലറ്റാണോ ആവശ്യം ആ തരത്തിലുള്ള മെഷീനിലൂടെ അല്ലെങ്കിൽ ഡൈയിലൂടെ നല്ല ഫോഴ്സിൽ കടത്തിവിടുന്നു. ആ ഡൈ കടന്നു വരുമ്പോൾ നമുക്ക് ആവശ്യമായ സൈസിലും ഷേപ്പിലുമുള്ള പെല്ലറ്റ് കിട്ടുന്നു. 6ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൂളിംഗ്. പെല്ലറ്റിങ്ങിൻ്റെ കമ്പാക്ഷൻ കഴിഞ്ഞ് വരുന്ന പെല്ലറ്റിന് ഏകദേശം 90 ഡിഗ്രി സെൽഷ്യസും 13% മോയ്സ്ചർ കണ്ടൻറ്റും ഉണ്ടാകും. ഈ ടെമ്പറേച്ചറിനെ അന്തരീക്ഷ താപനിലയിലോട്ടും മോയ്സ്ചർ കണ്ടൻറ്റിനെ 10% മാറ്റേണ്ടതുണ്ട്. ഇത് ഡ്രാഫ്റ്റ് എയർ ഉപയോഗിച്ച് ഇവോപ്പറേഷനിലൂടെ, അതായത് മോയ്സ്ചർ കണ്ടൻറ്റിൻ്റെ ഇവോപ്പറേഷനിലൂടെ സാധ്യമാക്കുന്നു. ക്രംബിൾ തീറ്റയാണ് നിർമ്മിക്കുന്നതെങ്കിൽ കൂളിങ്ങിന് ശേഷം ഇവയെ ക്രഷ് ചെയ്ത് ഗ്രാനുവൽസിൻ്റെ സൈസ് അനുസരിച്ച് വേർതിരിച്ച് ക്രംബിൾ തീറ്റയാക്കി മാറ്റുന്നു. അതിനുശേഷം പാക്കിങ്ങിലേക്ക് പോകുന്നു. പെല്ലറ്റ് തീറ്റയാണ് നിർമ്മിക്കുന്നതെങ്കിൽ കൂളിങ്ങിന് ശേഷം പാക്കിങ്ങിലേക്ക് വരുന്നു. സാധാരണ 50 കിലോഗ്രാം മുതൽ 70 കിലോഗ്രാം വരെ കപ്പാസിറ്റിയുള്ള ബാഗുകളിലാണ് പാക്കിംഗ് ചെയ്യുന്നത്. ചില സാഹചര്യങ്ങളിൽ പാക്കിംഗ് ചെയ്യാതെ ഡയറക്റ്റ് ട്രാൻസ്പോർട്ടേഷൻ കാരിയറുകളിലോട്ട് മാറ്റുന്നു. പലതരത്തിലുള്ള പാക്കിംഗ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ചെറിയ രീതിയിലുള്ള തീറ്റ നിർമ്മാണമാണെങ്കിൽ മാനുവലി പാക്കിംഗ് ചെയ്യാവുന്നതാണ്. വലിയ കൊമേഴ്ഷ്യൽ ഫീഡ് മില്ലുകളിൽ ഓട്ടോമാറ്റിക് ഫീഡ് വെയിങ് പാക്കിംഗ് മെഷീനുകളും അവൈലബിൾ ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലേബലിംഗ്. ഒരു തീറ്റ ബ്രോയിലർ പ്രീ സ്റ്റാർട്ടർ ഫീഡെന്നോ ലെയർ സ്റ്റാർട്ടർ ഫീഡെന്നോ ബ്രീഡർ സ്റ്റാർട്ടർ ഫീഡെന്നോ പറഞ്ഞ് വിപണനം ചെയ്യണമെങ്കിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് നിഷ്കർഷിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് അടങ്ങിയിട്ടുണ്ടാവണം. ഇത് അതിൻ്റെ ബാഗിൽ അടയാളപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഒരു ലേബൽ ഒട്ടിക്കുകയോ വേണം. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റോറേജ്. നിർമ്മിച്ച തീറ്റ ഡയറക്റ്റ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കാരിയേഴ്സിൽ ലോഡ് ചെയ്ത് കൺസ്യൂമേഴ്സിന് ഡെലിവർ ചെയ്യാവുന്നതാണ്. കുറച്ച് നാൾ സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ടെങ്കിൽ അത് എവിടെയാണോ സൂക്ഷിക്കുന്നത് അവിടെ സൂക്ഷിക്കാവുന്നതാണ്. അടുത്ത ടോപ്പിക് ഫീഡ് ആൻഡ് വാട്ടർ സപ്ലൈ മാനേജ്മെൻറ്റ്. ഒരു ഫാമിൽ തീറ്റ വേസ്റ്റായി പോകുന്നത് പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കില്ല, പക്ഷേ അതിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാവുന്നതാണ്. ഏതൊക്കെ മാർഗങ്ങളിലൂടെ ഫീഡ് വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റും? ഫോർമുലേഷൻ ഓഫ് ഡയറ്റ്സ് ടു മീറ്റ് ന്യൂട്രീഷണൽ സ്പെസിഫിക്കേഷൻ. ഏത് ഏജിലെ അല്ലെങ്കിൽ ഏത് ടൈപ്പിലെ കോഴികളെയാണോ ആ ഫാമിൽ വളർത്തുന്നത് അവയ്ക്ക് ആവശ്യമായ പോഷകങ്ങളടങ്ങിയ തീറ്റ രൂപീകരിക്കുക. ഫോർമുലേഷൻ ഓഫ് ഡയറ്റ്. ശരിയായ മാർഗങ്ങളിലൂടെ ഫീഡ് പ്രോസസ്സിങ് ചെയ്യുക. അതിന് ക്വാളിറ്റിയുള്ള ഫീഡ് എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുക. പ്ലേസിങ് സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് ഫീഡേഴ്സ്. ഒരു ഷെഡിൽ എത്ര കോഴികളുണ്ടോ അവയ്ക്ക് ആവശ്യമായ എണ്ണം ഫീഡേഴ്സ് സ്ഥാപിക്കുക. പ്രോപ്പർ പ്ലേസ്മെൻറ്റ് ഓഫ് ഫീഡേഴ്സ്. ശരിയായ രീതിയിൽ അവ ഷെഡിനുള്ളിൽ ക്രമീകരിക്കുക.
പ്രോപ്പർ പ്ലേസ്മെൻറ്റ് ഓഫ് ഫീഡ് ഇൻ ഫീഡേഴ്സ്. ഫീഡറുകളിൽ ആവശ്യമായ അളവിൽ തീറ്റ ക്രമീകരിക്കുക. ഡീബീക്കിംഗ് ഓഫ് ചിക്കൻ. കോഴികളുടെ ബീക്ക് കരിച്ചു കളയുക. ഇതൊക്കെ ചെയ്യുന്നതിലൂടെ ഫീഡ് വേസ്റ്റേജ് ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാവുന്നതാണ്. മിനിമം ഫീഡിംഗ് സ്പേസ് റിക്വയർമെൻറ്റ്സ് ആണ് ഇവിടെ പറയുന്നത്. ലേയേഴ്സിനും ബ്രോയിലേഴ്സിനും ആവശ്യമായ ഫീഡർ സ്പേസ് എത്ര എന്ന് നോക്കാം. വിരിഞ്ഞ അന്ന് മുതൽ ആദ്യത്തെ 2 ആഴ്ചകളിൽ ചിക്സിന് ഓരോ ചിക്കനും 2.5 സെൻറ്റിമീറ്റർ സ്പേസ് വേണം. 3 മുതൽ 8 ആഴ്ച പ്രായമുള്ള ചിക്സിന് 4 മുതൽ 5 സെൻറ്റിമീറ്റർ ഓരോ ചിക്സിനും വേണ്ടി വരുന്നു. 9 മുതൽ 20 ആഴ്ച പ്രായമായ ഗ്രോവേഴ്സിന് 7 മുതൽ 10 സെൻറ്റിമീറ്റർ ഓരോ ബേർഡിന് ആവശ്യമാണ്. 21 മുതൽ 72 ആഴ്ച പ്രായമുള്ള ലേയേഴ്സിന് ഓരോ ബേർഡിനും 10 സെൻറ്റിമീറ്റർ വേണം. 18 ദിവസം വരെ പ്രായമുള്ള ബ്രോയിലർ ചിക്സിന് ഒരു ബേർഡിന് 3 സെൻറ്റിമീറ്റർ വേണം. 19 ദിവസം മുതൽ മാർക്കറ്റിംഗ് സ്റ്റേജ് വരെ 5 മുതൽ 8 സെൻറ്റിമീറ്റർ ഓരോ ബേർഡിന് വേണ്ടി വരുന്നു. ബ്രോയിലർ ബ്രീഡറിനാണെങ്കിൽ ആദ്യത്തെ 2 ആഴ്ചകളിൽ ഓരോ ചിക്സിനും 5 സെൻറ്റിമീറ്റർ ആവശ്യമാണ്. 3 മുതൽ 6 ആഴ്ച വരെ ഓരോ ബേർഡിനും 10 സെൻറ്റിമീറ്റർ നൽകേണ്ടതാണ്. ബ്രീഡറിന് ഓരോ ബേർഡിനും 10 സെൻറ്റിമീറ്റർ ആവശ്യമാണ്. അടുത്ത ടോപ്പിക് മിനിമം വാട്ടർ സ്പേസ് റിക്വയർമെൻറ്റ്സ് ഫോർ ലേയേഴ്സ് ആൻഡ് ബ്രോയിലേഴ്സ് ആണ്. ലേയേഴ്സിൽ ചിക്സിൻ്റെ ആദ്യ 2 ആഴ്ചകളിൽ ഓരോ ചിക്കിനും 0.6 സെൻറ്റിമീറ്റർ വീതം സ്പേസ് ആവശ്യമാണ്. 3 മുതൽ 8 ആഴ്ച വരെ 1.3 മുതൽ 2 സെൻറ്റിമീറ്റർ ഓരോ ചിക്സിനും വേണ്ടി വരുന്നു. 9 മുതൽ 20 ആഴ്ച പ്രായമുള്ള ഗ്രോവേഴ്സിന് 2 മുതൽ 2.5 സെൻറ്റിമീറ്റർ ഓരോ ബേർഡിനും വേണം. ലീനിയർ വാട്ടേഴ്സാണ് ഉപയോഗിക്കുന്നതെങ്കിൽ. ലേയേഴ്സിനും ലീനിയർ വാട്ടേഴ്സാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 21 മുതൽ 72 ആഴ്ച വരെ 2.5 മുതൽ 5 സെൻറ്റിമീറ്റർ സ്പേസ് ഓരോ ബേർഡിനും ആവശ്യമാണ്. ബ്രോയിലേഴ്സിന് ആദ്യത്തെ 2 ആഴ്ചകളിൽ 1.3 സെൻറ്റിമീറ്ററും 3 മുതൽ 5 ആഴ്ച വരെ 2.5 സെൻറ്റിമീറ്ററും 5 ആഴ്ചയ്ക്ക് മുകളിൽ 5 സെൻറ്റിമീറ്റർ ലീനിയർ വാട്ടേഴ്സാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വേണ്ടി വരുന്നു. അടുത്ത ടോപ്പിക് പ്ലേസ്മെൻറ്റ് ഓഫ് ഫീഡിംഗ് ട്രഫ്സ് ആൻഡ് ഫീഡേഴ്സ്. തീറ്റ പാത്രങ്ങൾ ഒരു ഷെഡിനകത്ത് എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത് എന്ന് പറയുന്നു. ഒരു ഷെഡിനകത്ത് ആവശ്യമായ ഫീഡേഴ്സ് ക്രമീകരിക്കുകയാണ് എങ്കിൽ കോഴികൾ അവയ്ക്ക് ആവശ്യമായ തീറ്റ എടുക്കുകയും ഒരേ വളർച്ചാ നിരക്ക് ഉണ്ടാകുകയും ചെയ്യുന്നു. കാനിബാളിസം, അതായത് മറ്റു കോഴികളെ ഉപദ്രവിക്കുന്നത് തടയാനും സഹായിക്കുന്നു. ആവശ്യത്തിനുള്ള തീറ്റപാത്രങ്ങളുണ്ടെങ്കിൽ ഒരു തീറ്റപാത്രത്തിന് ചുറ്റും കോഴികൾ കൂട്ടം കൂടുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നു. തീറ്റപാത്രം ക്രമീകരിക്കുമ്പോൾ കോഴികളുടെ ബാക്ക് സൈഡിൻ്റെ ഉയരത്തിലായിരിക്കണം അവ ക്രമീകരിക്കേണ്ടത്. ഇത് ഫീഡ് വേസ്റ്റേജ് തടയാൻ സഹായിക്കുന്നു. ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ ഹോവറിന് കീഴിൽ പേപ്പർ സ്പ്രെഡ് ചെയ്ത് അതിൽ നമുക്ക് തീറ്റ നൽകാവുന്നതാണ്. അല്ലെങ്കിൽ ചെറിയ ഫില്ലർ ഫ്ലാറ്റുകളോ ചെറിയ ബോക്സിൻ്റെ ലിഡുകളിലോ നൽകാവുന്നതാണ്. 40 സെൻറ്റിമീറ്റർ ഡയമീറ്ററുള്ള ചിക്ക് ഫീഡർ ട്രേ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ഒരാഴ്ച മുതൽ 10 ദിവസം വരെയുള്ള കോഴികൾക്ക് അല്ലെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ നൽകാവുന്നതാണ്. അതിനുശേഷം ചിക്സിന് ചിക്ക് സൈസ് ലീനിയർ ഫീഡേഴ്സ് 2 അടി നീളമുള്ളവ ഉപയോഗിക്കാവുന്നതാണ്. 3 ഫീഡേഴ്സ് 100 ചിക്സിന് മതിയാവും. ഹാങ്ങിങ് ഫീഡേഴ്സാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 3 ഹാങ്ങിങ് ഫീഡേഴ്സ് ഓരോന്നിനും 36 സെൻറ്റിമീറ്റർ ഡയമീറ്ററുള്ള 4 കിലോഗ്രാം കപ്പാസിറ്റി ഉള്ള ഫീഡേഴ്സ് 100 ചിക്സിന് മതിയാവും. ഗ്രോവേഴ്സിന് ട്യൂബ് ഫീഡേഴ്സാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 3 പ്ലാസ്റ്റിക് ഹാങ്ങിങ് ഫീഡേഴ്സ് ഓരോന്നും 8 കിലോഗ്രാം കപ്പാസിറ്റി ഉള്ളവ 100 ബേർഡ്സിന് മതിയാകും. ലേയേഴ്സിന് ലീനിയർ ഫീഡിംഗ് ട്രഫ് അല്ലെങ്കിൽ ഹാങ്ങിങ് ഫീഡേഴ്സ് ഉപയോഗിക്കാവുന്നതാണ്.
ഹാങ്ങിങ് ഫീഡേഴ്സാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 6 മുതൽ 8 ഹാങ്ങിങ് ഫീഡേഴ്സ്, ഓരോന്നിനും 8 കിലോഗ്രാം കപ്പാസിറ്റി ഉള്ളവ 100 ലേയേഴ്സിന് വേണ്ടി വരും. എപ്പോഴും ഫീഡേഴ്സ് വാട്ടർ ഹൗസിൻ്റെ 3 മീറ്റർ ചുറ്റളവിൽ വയ്ക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ബ്രോയിലേഴ്സിന് 100 ചിക്സിന് ആദ്യത്തെ 2 ആഴ്ചകളിൽ 2 ലിറ്റർ കപ്പാസിറ്റിയുള്ള 2 വാട്ടററും, 3-ാമത്തെ ആഴ്ച മുതൽ മാർക്കറ്റിംഗ് സ്റ്റേജ് വരെ 5 ലിറ്റർ കപ്പാസിറ്റിയുള്ള 2 വാട്ടററും ഉപയോഗിക്കാവുന്നതാണ്. ബ്രീഡർ സ്റ്റോക്കിൽ ഫീമെയിൽസിൻ്റെ തീറ്റ പാത്രത്തിൽ നിന്ന് മെയിൽസ് തീറ്റ എടുക്കാതിരിക്കാൻ വേണ്ടി ഗ്രില്ലുള്ള ഹാങ്ങിങ് ഫീഡേഴ്സ് 8 കിലോഗ്രാം കപ്പാസിറ്റി ഉള്ളവ ഉപയോഗിക്കാവുന്നതാണ്. മെയിൽസിന് സർക്കുലർ ഫീഡേഴ്സ് ഗ്രില്ലില്ലാത്തവ കുറച്ച് ഉയരത്തിൽ തൂക്കിയിടാവുന്നതാണ്. ഇതിലൂടെ ഫീമെയിൽസ് ഇതിൽ നിന്നും തീറ്റ എടുക്കാതിരിക്കാൻ സഹായിക്കുന്നു. പ്ലേസ്മെൻറ്റ് ഓഫ് വാട്ടേഴ്സ് ആൻഡ് ദെയർ ക്ലീൻലിനെസ്. ഷെഡിനകത്ത് വാട്ടറുകളുടെ ക്രമീകരണവും അവയുടെ ശുചിത്വവും. ചിക്സിന് ട്രഫ് ടൈപ്പ് വാട്ടേഴ്സ് അല്ലെങ്കിൽ ഫൗണ്ടൻ ടൈപ്പ് വാട്ടേഴ്സ് ഉപയോഗിക്കാവുന്നതാണ്. ഫൗണ്ടൻ ടൈപ്പ് വാട്ടേഴ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 3 ലിറ്റർ കപ്പാസിറ്റിയുള്ള 225 മില്ലിമീറ്റർ ഡയമീറ്ററുള്ള 2 വാട്ടേഴ്സ് 100 ചിക്സിന് മതിയാകും. ഹോവറിന് കീഴിൽ വാട്ടേഴ്സ് ഒത്തിരി അടുത്ത് വയ്ക്കാൻ പാടില്ല. കാരണം വെള്ളം ചൂടാകാനും കോഴിക്കുഞ്ഞുങ്ങൾ വെള്ളം കുടിക്കുന്നത് കുറയാനും ഇടയാകുന്നു. ഫീഡേഴ്സും വാട്ടേഴ്സും ഹോവറിൻ്റെ ചുറ്റും യൂണിഫോം രീതിയിൽ ക്രമീകരിക്കേണ്ടതാണ്. ഗ്രോവേഴ്സിന് വെള്ളം ബേസിൻ ടൈപ്പ് വാട്ടർ ഹൗസിൽ നൽകാവുന്നതാണ്. ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പോകുമ്പോൾ വാട്ടറിംഗ് സ്പേസ് 25% കൂട്ടേണ്ടതാണ്. ഫീഡ് കൺസപ്ഷൻ റേറ്റ്സ് ഫോർ ലേയേഴ്സ് ആൻഡ് ബ്രോയിലേഴ്സ്. മുട്ടക്കോഴികളുടെയും ഇറച്ചിക്കോഴികളുടെയും തീറ്റ ഉപഭോഗ നിരക്ക് എത്ര ആണ് എന്ന് ഒരു ഏകദേശ കണക്കാണ് ഇവിടെ പറയുന്നത്. ആവറേജ് ഫീഡ് കൺസപ്ഷൻ ഓഫ് ബ്രോയിലേഴ്സ്. ഒരു ഇറച്ചിക്കോഴി അവയുടെ വളർച്ചാ കാലഘട്ടത്തിൽ കഴിക്കുന്ന ശരാശരി തീറ്റയുടെ അളവ് എന്ന് പറയുന്നത് 6 ആഴ്ച വരെ വളർത്തുകയാണെങ്കിൽ ഏകദേശം 3.5 കിലോഗ്രാം തീറ്റ ആവശ്യമായി വരുന്നു ഓരോ ബേർഡിനും. 7 ആഴ്ച വരെ അവയ്ക്ക് 4.7 കിലോഗ്രാം തീറ്റ ആവശ്യമായി വരുന്നു. മുട്ടക്കോഴികൾക്ക് ആവശ്യമായി വരുന്ന തീറ്റയുടെ അളവ് ചിക്ക് പീരീഡിൽ, അതായത് ആദ്യത്തെ 8 ആഴ്ചകളിൽ 1.73 കിലോഗ്രാം, ഏകദേശം 2 കിലോഗ്രാം തീറ്റ ആവശ്യമായി വരുന്നു. 9 മുതൽ 20 ആഴ്ച വരെയുള്ള ഗ്രോയിങ് സ്റ്റേജിൽ 6.12 കിലോഗ്രാം, 6 കിലോഗ്രാമായി നമുക്ക് കണക്കാക്കാവുന്നതാണ്. ലേയിങ് പീരീഡിൽ 21 മുതൽ 72 ആഴ്ച വരെ ഫേസ് 1ഉം ഫേസ് 2ഉമായിട്ട് കണക്കാക്കിയിരിക്കുന്ന കാലഘട്ടത്തിൽ 39.78 കിലോഗ്രാം, അതായത് 40 കിലോഗ്രാമായിട്ട് കണക്കാക്കാം. ഇതിൽ ഓരോ ബ്രീഡ് അനുസരിച്ച് 40 മുതൽ 45 കിലോഗ്രാം തീറ്റ വരെ അവ കഴിക്കുന്നു. ഇപ്പോൾ ലേയേഴ്സിന് 40 കിലോഗ്രാം തീറ്റ എന്ന് കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം 48 കിലോഗ്രാം തീറ്റ ചിക്ക് സ്റ്റേജിലും ഗ്രോയിങ് സ്റ്റേജിലും ലേയിങ് പീരീഡിലും കൂടെ ചേർത്ത് അവയ്ക്ക് ആവശ്യമായി വരുന്നു. വാട്ടർ കൺസപ്ഷൻ റേറ്റ്സ് ഫോർ ലേയേഴ്സ് ആൻഡ് ബ്രോയിലേഴ്സ്. മുട്ടക്കോഴികൾക്കും ഇറച്ചിക്കോഴികൾക്കും ആവശ്യമായ വെള്ളത്തിൻ്റെ അളവ് എത്ര എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു തമ്പ് റൂൾ അനുസരിച്ച് എത്രത്തോളം തീറ്റ എടുക്കുന്നോ അതിൻ്റെ 1.5 മുതൽ 2 ഇരട്ടി വെള്ളം ആവശ്യമായി വരുന്നു. തീറ്റ എടുക്കുന്നതും വെള്ളം കുടിക്കുന്നതും തമ്മിൽ ഒരു ബന്ധം ഉണ്ട്. തീറ്റ കൂടുതൽ എടുക്കുകയാണെങ്കിൽ കൂടുതൽ വെള്ളം ആവശ്യമായി വരുന്നു. വെള്ളം കുടിക്കുന്നതിന് അഫക്റ്റ് ചെയ്യുന്ന മറ്റ് ഫാക്ടേഴ്സ് അവരുടെ ജെനറ്റിക്സ്, ഹെൽത്ത് സ്റ്റാറ്റസ്, ഹൗസിംഗ് സിസ്റ്റം, ഡ്രിങ്കർ ടൈപ്പ്, ടെമ്പറേച്ചർ എന്നിവയാണ്. ടെമ്പറേച്ചറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. 21 ഡിഗ്രി സെൽഷ്യസിന് നിന്നും 32 ഡിഗ്രി സെൽഷ്യസിലോട്ട് ടെമ്പറേച്ചർ മാറുകയാണെങ്കിൽ 30 മുതൽ 50% കൂടുതൽ വെള്ളം അവയ്ക്ക് ആവശ്യമായി വരുന്നു.
ആക്ടിവിറ്റി: കളക്ട് സാമ്പിൾസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൗൾട്രി റേഷൻ അവൈലബിൾ ഇൻ യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ പ്രദേശത്ത് ലഭ്യമായ വിവിധ തരത്തിലുള്ള കോഴിത്തീറ്റകൾ കളക്ട് ചെയ്യുക. ക്വസ്റ്റ്യൻസ്: റൈറ്റ് എ നോട്ട് ഓൺ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൗൾട്രി റേഷൻ യൂസ്ഡ് ഫോർ ബ്രോയിലേഴ്സ് ആൻഡ് ബ്രോയിലർ ബ്രീഡേഴ്സ്. ഇറച്ചിക്കോഴികൾക്കും ബ്രോയിലർ ബ്രീഡേഴ്സിനും ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള കോഴിത്തീറ്റകളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. 2. എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഫീഡ് പ്രോസസ്സിംഗ്. തീറ്റ നിർമ്മാണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക. 3. ഫീഡർ സ്പേസ് റിക്വയർഡ് ഫോർ ചിക്സ് അപ് ടു 2 weeks ഓഫ് ഏജ് ഈസ് ഡാഷ്. 2 ആഴ്ച വരെ പ്രായമായ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ഫീഡർ സ്പേസ് ഡാഷ് ആണ്. 4. വാട്ടർ സ്പേസ് റിക്വയർഡ് ഫോർ ലെയർ ഈസ് ഡാഷ്. ഒരു മുട്ടക്കോഴിക്ക് ആവശ്യമായ വാട്ടർ സ്പേസ് ഡാഷ് ആണ്. 5. കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഫീഡ് റിക്വയർമെൻറ്റ് ഫോർ റെയറിംഗ് ഡേ ഓൾഡ് ലെയർ ചിക്സ് അപ് ടു 20 weeks ഓഫ് ഏജ്. ഒരു ദിവസം പ്രായമായ മുട്ടക്കോഴിക്കുഞ്ഞിനെ 20 ആഴ്ച വരെ വളർത്തുന്നതിനാവശ്യമായ തീറ്റ എത്രയാണ് എന്ന് കണക്കാക്കുക.